ഹലോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് റുട്ടീൻ, അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ മോർണിംഗ് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ചായക്ക് നിർബന്ധമാണ് ഏലക്ക പൊട്ടിച്ച് ഇടുക എന്ന് പറയുന്നത്. ഫ്ലേവറായിട്ടുള്ള അങ്ങനെയുള്ള ചായയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ബോട്ടിൽ നോക്കിയപ്പോഴത്തേന് ഏലക്ക തീർന്നിരിക്കുന്നു. അപ്പോൾ ഞാനിതാ ഒരു പാക്കറ്റ് ഏലക്ക പൊട്ടിച്ച് ബോട്ടിലിട്ടിട്ടതിന് ശേഷം അതിൽ നിന്നെടുത്ത് 2 ഏലക്ക ചായയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ചായ വെക്കുകയാണ്. ഇന്ന് സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷൻ ഇല്ല, കാരണം സാറാക്ക് ചെറിയൊരു ഫീവർ കാരണം മോളെ ഇന്ന് സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ വീട്ടിലിരുത്തി ഒരു ദിവസം റെസ്റ്റ് എടുപ്പിച്ചിട്ട് കുറയുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ സ്കൂളിൽ വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വെള്ളയപ്പം ചൂടാമെന്ന് വിചാരിക്കുന്നു. വെള്ളയപ്പവും നല്ല അടിപൊളി സോഫ്റ്റ് വെള്ളയപ്പവും അതുപോലെ തന്നെ കടലക്കറി, അതാണ്. പിന്നെ ചായയും, അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ്, കുറച്ച് മാവ് ഞാനെടുത്ത് അതിൽ കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും ഒക്കെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി. ബാക്കിയുള്ള ഭാഗം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്യൂട്ടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ. എന്നും എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് സാറയുടെ സ്നാക്ക് ബോക്സ് പ്രിപ്പറേഷനാണ്. പക്ഷേ ഇപ്പം നല്ല ഉറക്കമാണ്, കാരണം അവളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ഇന്ന് ചെറിയ ഫീവർ ഉള്ളപ്പോൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഫീവർ മാറാതെ നിൽക്കുകയും ചെയ്യും, കൂടുതൽ ക്ലാസ് മിസ്സാകുകയും ചെയ്യും. അപ്പം തുടക്കത്തിൽ തന്നെ നമ്മളൊരു ദിവസം മരുന്നൊക്കെ കൊടുത്ത് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പിന്നെ കൂടുതൽ ക്ലാസ് മിസ്സാകത്തുമില്ല, ഫീവർ അങ്ങ് മുരയാതെ പോയിക്കോളും. അപ്പോൾ നമുക്ക് ഇക്കാക്ക് 7 മണി 7:30 ആകുമ്പോൾ ഓഫീസിൽ പോകണം. അതുകൊണ്ട് ഇക്കാക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് പെട്ടെന്ന് കൊടുത്തു. ഇക്ക ഓഫീസിൽ ഇക്കാനെ വിട്ടു. ഇക്ക ഓഫീസിൽ പോയി. അതിനുശേഷം ഞാൻ പിന്നീടുള്ള പരിപാടി എന്ന് പറയുന്നത് ബാക്കിയുള്ള കുറച്ച് അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വേണ്ടിയിട്ട് ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചായയും അതുപോലെ തന്നെ കടലക്കറിയും പിന്നീട് ഒരു 2 അപ്പവും ഒക്കെ ചുട്ട് എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി ഫുഡ്. അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് ചൂട് ചായ, എൻ്റെ ചായയാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ ടേബിളിലേക്ക് റെഡിയാക്കി. അപ്പോൾ ഏകദേശം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ സാറയ്ക്ക് സൈറോനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ഇതിൻ്റെ ഇടയിൽ ചെയ്യും. അതുപോലെ തന്നെ സാറായ്ക്കുള്ളതും, മോളിന്ന് ഫീവർ ആയതുകൊണ്ട് ഇതുപോലെ കടലക്കറി അപ്പവും കഴിക്കുമെന്നൊന്നും അറിയത്തില്ല. അവൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണേലും കുറേ നേരം അവൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഇന്ന് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. നാളെ ക്ലാസ്സിൽ വിടണം. അപ്പോൾ ഇന്ന് ക്ലാസ് എന്തായാലും മിസ്സായി. അപ്പോൾ നാളെയും കൂടി മിസ്സാക്കണ്ട എന്നാണ് വിചാരിക്കുന്നത്, മാറുവാണെങ്കിൽ. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളി ചൂട് ചായയും അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 2 വെള്ളയപ്പവും കുറച്ച് കൂടുതൽ കടലക്കറിയുമാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് വിളമ്പി സൈഡിലേക്ക് മാറ്റി. അതിന് ശേഷം ഞാൻ ചായയും കുടിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോട്ട് ചെയ്ത് വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഡയറിയിൽ നോട്ട് ചെയ്യുന്നത് വേറൊന്നുമല്ല, എൻ്റെ വീഡിയോപരമായിട്ട് എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, എൻ്റെ വീഡിയോപരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഞാൻ ഡയറിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഷോർട്സ് ഏകദേശം ഒരു 10 എണ്ണത്തിൻ്റെ അടുത്ത് ഒരു ദിവസം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കറക്റ്റ് കാൽക്കുലേഷൻ ഇല്ല, കണക്കൂട്ടലില്ല, ഹറിബറി ആണെങ്കിൽ ഒന്നും നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഹോംവർക്ക് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം ലോങ് വീഡിയോസ് ചെയ്യുന്നവർക്കറിയാം, ചെറിയ പരിപാടിയല്ലല്ലോ, അത്യാവശ്യം നല്ല മെനക്കേടുള്ള പരിപാടിയല്ലേ ലോങ് വീഡിയോസ്. അപ്പം ഒരു ദിവസം 2 ലോങ് വീഡിയോസുമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറിച്ച് വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് പറ്റില്ല. പിന്നെ വീട്ടിലെ 4 നേരത്തെ കുക്കിങ്. അപ്പോൾ കുക്കിങ്ങിനും കാരണം ഇപ്പോൾ ചുമ്മാ കുക്കിംഗ് അല്ലല്ലോ, കാര്യം എന്ന് വെച്ചാൽ കുക്ക് ചെയ്യുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തൊക്കെ ആണ് കുക്ക് ചെയ്യുന്നത്, ഇന്ന നേരം എന്നുള്ള സിസ്റ്റമാറ്റിക്കായിട്ട് പോകണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഡയറി കുറിക്കലും കാര്യങ്ങളുമൊക്കെ. അതിനുശേഷം ഡയറിയിൽ കുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി കടലക്കറിയും നല്ല അടിപൊളി കടലക്കറിയും സോഫ്റ്റ് വെള്ളയപ്പവും പിന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചായയും ഫുഡൊക്കെ ഇക്ക ഓഫീസിൽ പോയി. സാറായും സൈറായും 2 മക്കളും കിടന്ന് ഉറക്കമാണ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ കടലയൊക്കെ കുറച്ച് കൂടുതലെടുത്ത് കഴിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് ശരീരത്തിന് ഭയങ്കര നല്ലതാണ് പ്രോട്ടീൻ. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് അയൺ ഡെഫിഷ്യൻസി വരാതെ നോക്കുക, അതുപോലെ തന്നെ കാൽസ്യം ഡെഫിഷ്യൻസീസ് വരാതെ നോക്കുക, അതുപോലെ തന്നെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാതെ നോക്കുക. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം ഗുളികകളും അതും ഇതൊന്നും കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മുടെ ഡെയിലി റുട്ടീൻ ഡയറ്റിൽ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ഐറ്റംസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് കാൽസ്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചായ, പാല്, അതുപോലെ തന്നെ ബട്ടർ, ഗീ, അതുപോലെ തന്നെ എന്താണ് ചീസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുക. അത് സൈറു എഴുന്നേറ്റ് വന്നു. അപ്പോൾ സൈറുവിനെ സെറ്റിയിലിരുത്തിയിട്ട് സൈറുവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഞാൻ റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഡേറ്റ്സും ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. കുറച്ച് നേരം അത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം കുഞ്ഞിന് അവളുടെ ഡയറ്റിൻ്റെ കൂടെ അരച്ചു കൊടുക്കാനാണ്. അപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞാൽ സൈറു എന്ന് പറയുന്നത് ജനിച്ചപ്പോൾ മുതൽ കുറച്ച് വെയിറ്റ് കുറവുള്ളൊരു കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര വണ്ണമുള്ള ആളതുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓരോ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ നോക്കും. കാരണം അവർ വലിയ ചബ്ബിയായിട്ട് വലിയ വണ്ണം വെച്ചിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൾക്കൊന്നിൻ്റെ ഡെഫിഷ്യൻസി വരാതെ മാക്സിമം ശ്രദ്ധിക്കും. അപ്പോൾ അയണിന് വളരെ നല്ലതാണ് കുട്ടികൾക്ക് ഡേറ്റ്സ് കൊടുക്കുന്നത്. പിന്നെ നട്ട്സ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ്. പിന്നെ വെജീസ് വേവിച്ച് ബോയിൽ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ മീലാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഓരോന്നായിട്ട് എൻ്റെ പരിപാടികൾ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഇന്ന് ചോറുണ്ണാനായിട്ട് പ്ലാനില്ല. അപ്പോൾ സാറായ്ക്കും സൈറായ്ക്കും വേണ്ടിയിട്ട് ഞാൻ കഞ്ഞി വെച്ചു. അപ്പോൾ സാറായ്ക്കും ഇന്ന് കഞ്ഞിയായിരിക്കും, സൈറൂനും ഇന്ന് കഞ്ഞിയാണ്. അതിനുശേഷം സൈറൂനെ ഞാൻ പിടിച്ചിരുത്തി അവൾക്ക് അവളെ പല്ല് തേപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അവൾക്ക് നമ്മൾ ഫിംഗർ ക്യാപ്പ് ആ ഒരു ടൈപ്പ് ബ്രഷാണ് അവൾക്കിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവളെ പിടിച്ചിരുത്തി അവളെ പല്ലൊക്കെ തേപ്പിച്ചു. അപ്പോൾ അവൾക്ക് ആദ്യം ഒരു ബോട്ടിൽ പാൽ കൊടുത്തു. അതിന് ശേഷമാണ് പിന്നീടാണ് അവൾക്ക് ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ വെച്ച് അരച്ചിട്ട് അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചോറ് കുറച്ച് കൂടുതൽ വിസിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2-3 വിസിലും കൂടെ അടുപ്പിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചോറെന്ന് പറയുമ്പോൾ കുഴഞ്ഞു പോകുന്ന ചോറ് ഇഷ്ടമല്ല. എനിക്ക് ഒന്നൊന്നായിട്ട് വിട്ട് കിടക്കുന്ന ചോറാണ് ഇഷ്ടം. അപ്പം ഞാൻ ചോറുണ്ണുന്ന ദിവസങ്ങളിൽ അങ്ങനെ നോക്കിയെടുക്കാറുണ്ട്. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് നന്നായിട്ട് വേവട്ടെ എന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പനിയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ നന്നായിട്ട് വേവട്ടെ, അതല്ലേ വയറിന് നല്ലത്. അതിന് ശേഷം കുറച്ച് കൂടുതൽ തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. അതിന് ശേഷം സൈറൂനെ നല്ല മിടുക്കിയാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തു, റെഡിയാക്കി. അതിന് ശേഷം അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ വീട്ടിൽ. അവളുടെ ഒരു കുഞ്ഞ് ചെയറുണ്ട്, സാറയുടെ ചെയറായിരുന്നു. ഇപ്പോൾ ഇവൾക്കാണ് ഇത് യൂസ്ഫുൾ. അപ്പോൾ ചെയർ വിട്ട് അവളുടെ ഓരോ കുഞ്ഞു കളികളിലാണ്. അപ്പോൾ ഇത് സാറാക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് സാറാക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇപ്പോൾ 2 മക്കളും ഇതൊരുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്, ഭയങ്കര ഇഷ്ടമാണ്. സാറായ്ക്കും ഇത് ഇഷ്ടമാണ്, സൈറാക്കും ഇത് അതുപോലെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾ അവരുടേതായ ഓരോരോ ഹാപ്പി ആയിട്ട് അവർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വീടിൻ്റെ അകത്തൂടെ നടന്നോളും, ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ സൈറു കുറച്ച് നേരം അത് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ഞാനിതാ അവളെ നോക്കുമായിരുന്നു. നന്നായിട്ട് അവളത് വായിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് സാറയുടെ കണ്ട് അവൾ നന്നായിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഫ്രീ ആയിട്ടിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ TV ഓണാക്കി. ഇതെന്ന് പറയുന്നത് ഇക്കയുടെ ഷർട്ട് തേച്ചത് ഞാൻ കബോർഡിലേക്ക് എടുത്ത് വെച്ചില്ല, ഇന്നലെ രാത്രിയാണ് വന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു ബാസ്ക്കറ്റാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ ബാസ്ക്കറ്റാണ്. സാറയുടെ ഡെലിവറി ടൈമിൽ നമ്മൾ ഹോസ്പിറ്റൽ ടൈമിൽ വാങ്ങിച്ച ഒരു ബാസ്ക്കറ്റാണ്. ഒരു 4.5 വർഷത്തോളം പഴക്കമുള്ള ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്നെ എല്ലാവരും പച്ചക്കറി കൊട്ട എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് നമ്മുടെ ഡയപ്പർ ബാഗിനേക്കാളുമൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു പച്ചക്കറി കൊട്ട എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലാണ് ഇട്ടിട്ട് കൊണ്ടുപോകും. പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ ഇതിന് ഞാൻ ഇട്ടിട്ട് കൊണ്ടുപോകും. എന്നിട്ട് കാറിൽ വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സിബൊന്നും തുറക്കാതെ ഡയറക്റ്റായിട്ട് അത് എടുക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ബാഗുകളും കാര്യങ്ങളും ഒന്നും എടുക്കുന്നതിനേക്കാൾ യൂസ്ഫുൾ അതാണ് എനിക്ക് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ മലയാളം ചാനൽസൊക്കെ വെച്ച് നോക്കുകയാണ്. വെറുതെ ഏഷ്യാനെറ്റൊക്കെ മറിച്ച് തിരിച്ച് നോക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഫിലിമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിത്രം എന്ന് പറയുന്ന സിനിമ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടിരുന്നു.
എന്താ പറയുക മീ ടൈം എടുക്കുക എന്നൊക്കെ പറയുമല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു ടൈമാണ് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ സ്കൂളിൽ പോവുകയോ ഉറങ്ങുകയോ ചെയ്യുന്ന ടൈം, ഇക്ക ഓഫീസിൽ പോകുന്ന ടൈം. അപ്പോൾ അതിനുശേഷം എങ്കിലും കംപ്ലീറ്റ് മീ ടൈം അല്ല, ഇടയ്ക്കിടയ്ക്ക് എൻ്റേതായ ആക്ടിവിറ്റീസ് വീട്ടിൽ ചെയ്യേണ്ട വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഡേ ഇൻ മൈ ലൈഫ് ആണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പം വാഷിംഗ് മെഷീനിൽ തുണി മുഴുവൻ വാഷ് ചെയ്തു, അതിന് കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ട് വിരിക്കണം. നമ്മുടെ അകത്ത് തന്നെ ബാൽക്കണിയിലാണ് തുണി വിരിക്കുന്നത്. അപ്പോൾ സാറയുടെ സൈറൂൻ്റെ കുറുക്ക് ചോറും അതുപോലെ തന്നെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഇത് ഞാൻ അരച്ചെടുത്ത് മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം സാറ എഴുന്നേറ്റു. സാറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കടലയും അപ്പമൊന്നും തിന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ സാറയ്ക്ക് വേണ്ടിയിട്ട് സാറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജിലിരുന്ന മഷ്റൂം ഞാനെടുത്ത് പുറത്ത് വെച്ചു. അതെന്നാന്ന് വെച്ചാൽ സാറ മഷ്റൂം തരാമോ എന്ന് ചോദിച്ചു എനിക്കിന്ന് മഷ്റൂം ഉണ്ടാക്കി തരാമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം ആഗ്രഹപ്രകാരം ചോദിച്ചതല്ലേ. അപ്പോൾ സാറ ചെറിയ കാർട്ടൂണൊക്കെ വെച്ചു. ഇത് സമയം കുറച്ചായി കേട്ടോ, ഒരു 12 മണിയൊക്കെ ആയി. അപ്പോഴാണ് സാറ പയ്യനെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ മരുന്ന് കൊടുത്തിരുന്നു, ഒരു നേരത്തെ മരുന്ന് കൊടുത്തിരുന്നു. രണ്ടാമത്തെ ഈ പാല് കുടിച്ചതിന് ശേഷം രണ്ടാമത്തെ മരുന്നിനുള്ള ടൈം ഡ്യൂറേഷനായി. വലിയ പനിയില്ലാത്തത് കൊണ്ട് തന്നെ 6 അവർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ അവൾ ഈ പാലിൻ്റെ കാര്യമൊന്നും പറയണ്ട. കാര്യം എന്താ വെച്ചാൽ 2 മണിക്കൂറാണ് ഒരു ഗ്ലാസ് പാലും വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഞാൻ എൻ്റെ കുളിയും എൻ്റെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രയറിന് വേണ്ടിയിട്ട് റൂമിലേക്ക് പോയി. പ്രയർ ടൈമായി. അപ്പോൾ സൈറു നമ്മുടെ പ്രയർ മാറ്റിൽ നിൽക്കുകയാണ്. അതിന് ശേഷം എൻ്റെ ഖുർആൻ ഓതലും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ഡെയിലി എല്ലാ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും ഒഴിച്ചുകൂടാത്ത നിർബന്ധപരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഖുർആൻ ഓതലും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വന്നു. വീണ്ടും എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് വെന്ത കുറച്ച് ചൂട് ചോറും അതുപോലെ തന്നെ സോക്ക് ചെയ്ത് വെച്ച കാഷ്യൂനട്ടും ഡേറ്റ്സും അത് ഞാനിട്ട് ഇതിലേക്ക് പ്രത്യേകിച്ച് വേറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഡേറ്റ്സിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് വെള്ളവും ചേർത്ത് അങ്ങ് അരച്ചെടുക്കും. അപ്പോൾ സൈറൂൻ്റെ നെക്സ്റ്റ് മീല് പ്രിപ്പയർ ചെയ്യാണ്. രാവിലെ കൊടുത്ത മീല് അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഗീയും അതുപോലെ തന്നെ ബോയിൽഡ് പംകിനും അതുപോലെ തന്നെ റൈസും ആയിരുന്നു. രണ്ടാമത്തെ മീലാണ് ഞാൻ സോക്ക് ചെയ്ത ഐറ്റംസ് യൂസ് ചെയ്തത്. പിന്നെ സാറാമോക്ക് അവൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലും അതുപോലെ തന്നെ മഷ്റൂമും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മഷ്റൂം ഫ്രിഡ്ജിലിരുന്നാൽ പ്രശ്നമാണ്. അപ്പം ഇപ്പോൾ നല്ല രീതിയിലിരിക്കുന്നുണ്ട്. ഇനി മഷ്റൂം ഫ്രിഡ്ജിലിരുന്നാൽ അത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ മഷ്റൂം ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റി നല്ല വൃത്തിയാക്കി നല്ല വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി അങ്ങനെയൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതെന്ന് പറയുന്നത് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുകയാണ്. ഇവിടെ ഹൈജീനിക്കായിട്ട് കൾച്ചർ ചെയ്തെടുക്കുന്ന സൈസ് മഷ്റൂമാണിത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ പറമ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേനാണ് നമ്മൾ പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേടിക്കേണ്ടത്. ഇത് കൾച്ചർ ചെയ്ത മഷ്റൂം ആയതുകൊണ്ട് അങ്ങനത്തെ പോയിസണസ് ആയിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. എങ്കിലും നന്നായിട്ട് ക്ലീൻ ചെയ്തു, നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു. അപ്പോൾ വലിയ മഷ്റൂംസ് 4 പീസായിട്ടും ചെറിയ മഷ്റൂം 2 പീസായിട്ടും കട്ട് ചെയ്തു. അപ്പോൾ കട്ട് ചെയ്ത് എല്ലാം വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറയ്ക്ക് ഇന്ന് ഇത് മതി. സാറയ്ക്ക് പനി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നന്നായിട്ട് പനിച്ചായിരുന്നു. അപ്പോൾ പകലായപ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്തു, 6 അവേഴ്സ് ആ ഒരു ടൈം ഡ്യൂറേഷനിൽ നല്ല പനിയുള്ളപ്പം 4 അവേഴ്സ് ടൈം ഡ്യൂറേഷനിലാണ് പാരസെറ്റാമോൾ. അതുപോലെ തന്നെ 6 അവേഴ്സ് ചെറിയ പനിയുള്ളപ്പോൾ 6 അവേഴ്സ്. എപ്പോഴും പാരസെറ്റാമോൾ കൊടുക്കാനും മരുന്ന് കൊടുക്കാനും നോക്കിയാൽ മാക്സിമം പനി വിടാതെ നിൽക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ കിച്ചണിലേക്ക് വന്നു. അതിന് ശേഷം മോൾക്ക് വേണ്ടിയിട്ടുള്ള അതായത് മഷ്റൂമിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ റെഡിയാക്കി ഫ്രണ്ടിൽ വെച്ചു. അപ്പോൾ സാറ അപ്പോൾ ചോദിക്കുന്നുണ്ട് മഷ്റൂം ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് ശേഷം എൻ്റെ പാൻ ചൂടായി. അപ്പോൾ ഞാൻ ഇന്ന് മഷ്റൂം പ്രിപ്പയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് പക്ഷേ വളരെ പവർഫുള്ളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഗാർലിക്കും അതുപോലെ തന്നെ ഓണിയനും നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ് ഞാനിന്ന് ബട്ടറിലാണ്
ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കറി രീതിയിൽ വേറൊരു രൂപത്തിൽ ചെയ്യും. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ സാറായ്ക്കും സൈറൂനും ഞാൻ കൊടുക്കും. അപ്പോൾ അതാ ഞാൻ ബട്ടർ മെൽറ്റ് ആവാനിട്ടു. അതിന് ശേഷം എന്താണ് ഗാർലിക്കും അതുപോലെ തന്നെ ഒണിയനും ഇട്ടു. അതിന് ശേഷം ഇത് നന്നായിട്ട് സോർട്ട് ചെയ്ത് വരുമ്പോഴത്തേനും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പെപ്പർ പൗഡർ ഇടും. അതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും, അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ടിട്ട് എന്ത് ചെയ്യും, വേവിക്കും. ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കണ്ടാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷേ ഈ ബട്ടറിൽ ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറൻസാണ്. പിന്നെ നമ്മൾ വലിയവർക്ക് ചെയ്യുവാണ്, ഇതിപ്പോൾ ഞാൻ സാറാക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് പെപ്പർ പൗഡർ മാത്രം ഇടുന്നത്. നമുക്ക് വേണ്ടിയിട്ട് മുതിർന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഈ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ എന്താ പറയുക, പച്ചമുളക് കീറിയിടുക, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ പെപ്പർ പൗഡർ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യുക. പക്ഷേ എരിവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മോഡിഫൈ ചെയ്യാം. കൊച്ചിനായതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച്, ഒന്നാമത് അവൾക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് പെപ്പർ പൗഡർ മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചല്ലോ, കഴിഞ്ഞ ദിവസത്തെ ആയിരുന്നല്ലോ, അടിപൊളിയാണ്. അപ്പോൾ ഞാനും ഇതിൽ നിന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. പിന്നെ നമ്മൾ സാറാക്ക് കുറേ നേരമായിട്ട് ഒരു 1.5 മണിക്കൂറായിട്ട് ആ പാലും പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പയ്യനെ പോയി അത് വായിൽ വെച്ച് കുടിപ്പിച്ച് തീർക്കാനുള്ള പരിപാടിയിലാണ്. ആ ഗ്ലാസ്സും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ഗ്ലാസ്സാണ് കൊടുക്കുന്നതെങ്കിൽ 1/2 ഗ്ലാസ്സോളം തന്നെ കുടിക്കും. ബാക്കി 1/2 ഗ്ലാസ്സും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ബാക്കി പാല് മോൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ മഷ്റൂമും കാര്യങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം. കാരണം മഷ്റൂം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും, വൈറ്റമിൻസ്, മിനറൽസ്, എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ മഷ്റൂം എന്ന് പറയുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. അതിൽ നമുക്കെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആർക്കും കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് മഷ്റൂം. ഹലോ, അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് വേറെ പരിപാടിക്ക് പോയായിരുന്നു. അപ്പം വീണ്ടും ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മഷ്റൂമിൻ്റെ പ്രിപ്പറേഷനിലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര ടേസ്റ്റാണ്. ഹെൽത്ത് വൈസും ഇത് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ആവശ്യമില്ലാത്ത റെസിപ്പീസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നാട്ടിലും ഇപ്പം ബോക്സിൽ മഷ്റൂംസൊക്കെ വളരെ ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഉള്ളവരും അതുപോലെ തന്നെ നാട്ടിലുള്ളവരും ഒക്കെ എന്ത് ചെയ്യുക, ഷുവറായിട്ടും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് എന്താണേലും ഡയറ്റിൽ നമ്മൾ മഷ്റൂം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ മുതിർന്നവർക്ക് ഇങ്ങനെ ഇഷ്ടമല്ല, ബട്ടറൊന്നും ഇട്ട് സോട്ട് ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ സാധാ രീതിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പച്ചമുളകൊക്കെ കീറിയിട്ട് നമ്മുടെ സാധാ രീതിയിലാണെങ്കിലും കഴിക്കുക. എങ്ങനെയാണെങ്കിലും മഷ്റൂം കഴിക്കുക, ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. അപ്പം പിന്നെ സാറാടെ മഷ്റൂമിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണ്. പിന്നെ ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് വിശക്കാൻ തുടങ്ങി. കാരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് നേരത്തെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ലഞ്ച് ടൈം ആകുമ്പോൾ ഇപ്പോൾ വിശക്കാറുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജ് തുറന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇന്നും ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് എടുക്കുന്നത്. എനിക്ക് റൈസ് എന്ന് പറയുന്നത് ഞാനൊരു കൺട്രോളിൽ വെച്ചിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വീക്കെൻഡ്സിൽ എന്താണേലും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ എനിക്കത് മതി. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഇപ്പോൾ ഹെവി ക്വാണ്ടിറ്റി കഴിക്കാറില്ല. ചെറിയ ക്വാണ്ടിറ്റി കഴിച്ച് ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് താല്പര്യം. അപ്പോൾ ഇപ്പോൾ വയറപ്പം അങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ഫില്ലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു രീതിയിൽ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അളവ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞോളും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ മഷ്റൂമും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് നേരം എന്ത് ചെയ്തു, നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കും. അപ്പോൾ മഷ്റൂമിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി, കുറച്ച് പോലും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യേണ്ട. ഞാൻ ആഡ് ചെയ്ത കുറച്ച് ബട്ടർ, ആ ബട്ടറിലാണ് ഫുള്ള് കുക്കിംഗ് നടക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ മഷ്റൂം വെന്ത് കഴിയുമ്പോഴത്തേനും അതിൽ നിന്ന് കുറച്ച് ഈർപ്പവും കാര്യങ്ങളൊക്കെ ഇറങ്ങിക്കോളും. അങ്ങനെ അടച്ച് വെച്ചാൽ മാത്രം മതി, അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ മഷ്റൂമിൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഡൺ.
അപ്പോൾ എനിക്ക് ഞാനിന്ന് എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ചപ്പാത്തി കഴിക്കാമെന്നാണ്. ചപ്പാത്തിയും അതുപോലെ തന്നെ ഈ മഷ്റൂമും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് കടലക്കറിയുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ലഞ്ചിന് ചപ്പാത്തിയുടെ കൂടെ എന്നല്ല, എന്തിൻ്റെ കൂടെയാണെങ്കിലും ചോറൊഴികെ ബാക്കി പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും തലേന്ന് വെച്ചാൽ നമ്മുടെ കറികളുണ്ടല്ലോ വെജീസ്, അപ്പോൾ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഞാൻ മാക്സിമം ലഞ്ചിന് എടുത്തെടുത്ത് തീർക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ദിവസം ചൂടാക്കി അങ്ങനെയല്ല, നമ്മൾ തലേന്ന് ഉണ്ടാക്കുന്നു, ആ നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം കൂടെ യൂസ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ആ ദിവസം കൊണ്ട് മാക്സിമം ഐറ്റംസ് തീർക്കാൻ നോക്കും. അതിൽ കൂടുതൽ ഞാൻ വെച്ച് കഴിക്കുന്നത് നമുക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വരുന്ന കടലക്കറി അതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് എൻ്റെ ലഞ്ചിന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നത്. പിന്നെ ബട്ടർ, ഇത്രയും മഷ്റൂം ഉണ്ടല്ലോ, അപ്പോൾ മഷ്റൂമും അതുപോലെ തന്നെ കടലക്കറിയും ചപ്പാത്തിക്ക് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബട്ടർ, അതുപോലെ തന്നെ ചീസ്, അതുപോലെ തന്നെ ഗീ അത്ര വലിയ ഇഷ്ടമില്ല. എനിക്ക് ബട്ടറും ചീസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ചീസ് ലവറാണ്, അതുപോലെ തന്നെ ഞാനൊരു ബട്ടർ ലവറാണ്. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ബട്ടർ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചീസും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സാറ വന്നു. സാറാക്ക് കുഴപ്പമില്ല, ഇപ്പോൾ പനിയൊക്കെ വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇതൊക്കെ കൊടുക്കാം. അപ്പോൾ സാറ ഇത് സ്മെല്ല്, ബട്ടറിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലൊന്ന് നോക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഞാനിന്ന് ചൂട് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. അപ്പോൾ ചൂട് കുറച്ച് മാറിയതിന് ശേഷം സാറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് അവൾക്ക് കൊടുക്കുകയാണ്. അവൾ പയ്യനെ ഇരുന്ന് കഴിച്ചോളൂ. ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര താമസമാണ്. പയ്യനെ ഇരുന്നിരുന്ന് ഇങ്ങനെ കഴിച്ചോളും. ഞാനും കൊച്ചിലെ ഇങ്ങനെയായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഫുഡൊക്കെ വിളമ്പി തന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു പ്ലേറ്റും വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പം സാറയും ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഞാൻ സാറയുടെ കയ്യിൽ നിന്നൊക്കെ റിലാക്സ് ചെയ്ത് കഴിക്കാൻ സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സാറയുടെ കയ്യിലേക്ക് കൊടുത്തു വിട്ടു. അതിന് ശേഷം ഞാൻ എൻ്റെ ചപ്പാത്തി പണിയിലാണ്. ഞാൻ ആ ബട്ടർ ഉള്ള ആ പാനിൽ വെച്ച് തന്നെ ചപ്പാത്തി ചൂടുകയാണ്. അതാകുമ്പോൾ വേറെ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് ആ ഒണിയനൊക്കെ ഫ്രൈ ആയിട്ടുള്ള ആ കളറാണ്, ആ ബ്രൗൺ കളറ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതിൽ ബട്ടർ ഉണ്ടല്ലോ, അപ്പോൾ ആ ബട്ടറിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോഴത്തേനും ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാനിൽ തന്നെ ഒരു 2 ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ ഇതാണ്. ഞാൻ ലെഫ്റ്റ് ഓവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി വന്ന കുറച്ച് കടലക്കറിയാണ്. അപ്പോൾ അതിനിരുന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് ആകും. ഞാൻ പറഞ്ഞല്ലോ, ഫുഡെന്ന് പറയുന്നത് ഒരു ഫുഡ് പോലും വേസ്റ്റ് ആക്കാനായിട്ട് താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. പണ്ട് പോലെ എനിക്കെന്തോ അങ്ങനത്തെ ഒരു വിശ്വാസമാണ്. ഫുഡ് വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ അന്നത്തിന് ബുദ്ധിമുട്ട് വരും, അന്നത്തിന് മുട്ടൽ വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ഭക്ഷണം വേസ്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ, സ്വാഭാവികമായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ കൂടുതലാണെങ്കിൽ ഞാനത് കഴിച്ച് തീർക്കാനും നോക്കും. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് തീരുമ്പോഴത്തേനും ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഞാൻ ഒരു വേസ്റ്റ്, എന്താ പറയുക, ഒരു ഫുഡ്, ഒരു റൈസ് ആണെങ്കിൽ ഒരു തരി ചോറ്, ഒരു വറ്റി ചോറ് പോലും നമ്മൾ വേസ്റ്റ് ആക്കാതെ മാക്സിമം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കുക. ഒരു വറ്റ് ഫുഡ് പോലും വേസ്റ്റ് ആക്കാതെ നിങ്ങൾ നോക്കുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് നിർബന്ധമുള്ള ആളാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ 2 ചപ്പാത്തിയും കുറച്ച് മഷ്റൂമും അതുപോലെ തന്നെ കുറച്ച് കടലക്കറിയും ഞാൻ എന്ത് ചെയ്തു, എടുത്തു ലഞ്ചിന്. അപ്പോൾ ലഞ്ചിന് കഴിക്കാനായിട്ട് തുടങ്ങി. വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ ലഞ്ച് കഴിക്കുവാണെങ്കിലും ആ ലഞ്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. തട്ടിക്കൂട്ടി ഇപ്പോൾ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടാണ് കഴിക്കുന്നത്. ഈ ഉച്ചയ്ക്ക് ചപ്പാത്തി ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി എന്നല്ല, പുട്ടെന്നല്ല, എന്തും ദോശയാണേലും ഇഡ്ഡലിയാണേലും വെള്ളയപ്പമാണേലും എന്താണെങ്കിലും ഉച്ചയ്ക്ക് എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി എന്ത് ചെയ്യുക, വീക്കെൻഡ്സിൽ അടിച്ചു പൊളിച്ച് നമുക്ക് ഫുഡ് കഴിക്കാം. എന്ന് വെച്ചാൽ ഈ വീക്ക് ഡേയ്സിൽ ഡയറ്റ് കുറച്ച് ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വീക്കെൻഡ്സിൽ നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അടിച്ചു പൊളിച്ച് കഴിക്കുമ്പോഴാണ് അത് നമുക്ക് ഹെൽത്ത്